കുറച്ച് ദിവസമായിട്ട് നായിനൂറ്റി പാർക്കിൽ പോണം എന്ന് പറഞ്ഞ് ശല്യപ്പെടുത്തലായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ഓർത്ത് പാർക്കിലേക്ക് പോയേക്കാന്ന്. സ്ഥിരമായിട്ട് പോകുന്ന 2 പാർക്ക് വെച്ച് വേറൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്, ചൈതന്യയിലേക്ക്. ഇത്രയും നാൾ ഇവിടെ താമസിച്ചിട്ട് ചൈതന്യയുടെ ഉള്ളിൽ ഇത്രയും മനോഹരമായ സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് ഇന്നാണ് ഞാൻ അറിയുന്നതേ. അങ്ങനെ ഇതൊന്നും പ്രതീക്ഷിക്കാത്തതുകൊണ്ട് തന്നെ ഞങ്ങളതിനകത്ത് കയറിയത് 6:30 കഴിഞ്ഞിട്ടാണ്. ഏകദേശം ഇരുട്ട് വീഴുന്ന സമയത്ത്. ഒരു ഗുണമുണ്ടായത് നൈനുവിന് റൈഡൊക്കെ യൂസ് ചെയ്യാനും കളിക്കാനൊക്കെ പറ്റി. പക്ഷേ അതിനുള്ളിലെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് അത്രയും അങ്ങോട്ട് ശരിയായില്ല. അതുകൊണ്ട് പിന്നെ ഒരു ദിവസം രാവിലെ ലൈറ്റുള്ളപ്പോൾ പോകണം എന്നുള്ള തീരുമാനം എടുത്തിട്ടാണ് അവിടുന്ന് ഞങ്ങൾ പോരുന്നതേ. അവിടെ ഇതുപോലെ കുറേ മൃഗങ്ങളുടെ സ്റ്റാച്യു ഒക്കെ ഉണ്ടായിരുന്നു. ആൾക്കിതൊന്നും പ്രതിമയാണെന്നൊന്നും അറിയില്ലായിരുന്നു. അവളിതൊക്കെ ഒറിജിനലാണെന്നൊക്കെ ഓർത്താണ് നടക്കുന്നത്. ആൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. ഈ കാണുന്ന റൈഡിലെല്ലാം വലിഞ്ഞു കയറി ഏകദേശം ഒരു 3 സെക്കൻഡ് 2 സെക്കൻഡ് ഒരു റൈഡിൽ ഇരിക്കുള്ളൂ. പിന്നെ അടുത്തതിലേക്ക് ഓടും. അങ്ങനെ ഇത്രയും ഒരുമിച്ച് കണ്ടതിൻ്റെ സന്തോഷം ഒക്കെയായിരുന്നു. കണ്ടില്ലേ അവിടെ കുറേ മറ്റേ മുയൽ പോലത്തെ അങ്ങനത്തെ കുറേ സാധനങ്ങൾ, പിന്നെ പക്ഷികൾ, മീനുകൾ ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കാണണമെങ്കിൽ നമ്മൾ കുറച്ച് ഇരുട്ടാവുന്നതിന് മുന്നേ പോണം. പിന്നെ ദാ കണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടപ്പോൾ ഞാൻ ചെറിയൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമില്ലായിരുന്നു. ആൾ നല്ല ആക്റ്റീവ് ആയിരുന്നേ. പിന്നെ ദാ കാണുന്ന സിംഹത്തിനോട് വർത്താനം പറയലൊക്കെ ആയിരുന്നു. പിന്നെ നല്ല രസമായിരുന്നു. രാത്രി പോകുമ്പോൾ അതിൻ്റേതായ ഒരു രസമുണ്ട്. രാവിലെ പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള ഇവിടെ ശരിക്കും പറഞ്ഞാൽ ചെടികളൊക്കെ കുറേ ഉണ്ട് കാണാനൊക്കെ. പിന്നെ എങ്ങനെയൊക്കെയാണ് അവിടുന്ന് വലിച്ചുകൊണ്ട് വന്നത്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ആദാമിൻ്റെ ചായക്കടയിൽ കയറി. പിന്നെ നൈനൂനപ്പം, ഞങ്ങൾ പൊറോട്ട, അൽഫാം അങ്ങനെയൊക്കെ ഉള്ളത് വെച്ച് ഞങ്ങൾ കുറച്ച് ഫുഡൊക്കെ കഴിച്ച് പിന്നെ വീട്ടിലേക്ക് പോയി. അതാ ഇപ്പം അത്രേ ഉള്ളൂ. ബൈ.